അപ്പോൾ ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു. ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു സൈഡ് പീസ് നമുക്കൊരു FCയിൽ സെറ്റ് ചെയ്യാം. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഞാൻ നേരത്തെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പീസ് എന്താണെന്ന് വെച്ചാൽ, ഈ പീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യമഹ SR ലേറ്റസ്റ്റ് വെർഷനായ റാലിയുടെ ആ സൈഡ് കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു പീസുണ്ട്, ഇച്ചിരി വലിയ പീസാണ്, കാണിച്ചു തരാം. ഇതാ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ പറഞ്ഞ പീസാണ്. അപ്പം ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ പീസിനെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയും വലിയ കിറ്റ് എങ്ങനെ വയ്ക്കും എന്നായിരിക്കും ഡൗട്ട്. കാരണം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യും, അതായത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പീസാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. അതായത് നമ്മൾ സൈഡ് കിറ്റിൽ നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി, അതായത് താഴത്തെ പീസാണ് ഇതിവിടുത്തെ പീസ്, അത് കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പീസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കാം, പക്ഷേ കുറച്ചൊരു തള്ളി നമ്മൾ 250 വരുമ്പോൾ വയ്ക്കാം. പക്ഷേ ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ചിലപ്പോൾ ഹാൻഡിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടം തൊട്ട് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് വേറെ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂയിങ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ബനിയൻ വേസ്റ്റ് വെച്ചിട്ട് ഫ്ലെക്സ് ക്ലിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കണം. അപ്പം ജസ്റ്റ് ഒരു ബലം കിട്ടും. എന്നിട്ട് MCയിൽ വെച്ച് അത് കവർ ചെയ്തിട്ടുണ്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്ലിയർ ആണ്, കാരണം ഇവിടുത്തെ ഗ്യാപ്പൊക്കെ MCയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റീപെയിൻറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സൈഡ് പീസ് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിൽ സൈഡ് പീസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സൈഡ് പീസ്. ഇവിടെ ഓൾറെഡി 2 ഹോൾസ് ഉണ്ട്. ആ ഹോളിൽ മാച്ച് ആയിട്ട് ഇത് ഇങ്ങനെ വരും. ഇതാണ് നമ്മളെ കിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് സാധനം വരുന്നത്. അപ്പം ഞാൻ ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ കിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അപ്പം വേറെ ഒന്നുമില്ല, ജസ്റ്റ് അത് ഇനി കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, അത് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. കാരണം ഈ സൈഡ് പീസ് കട്ട് ചെയ്യണവരിതും പിന്നെ ഇത് കട്ട് ചെയ്യുന്നതും ഇതെങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നീട് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അണ്ടർബെലേറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അണ്ടർബെലേറ്റ് യൂസ് ചെയ്യുന്ന വെച്ചാൽ സിമ്പിൾ പരിപാടി. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണുന്നത്. അണ്ടർബെലേറ്റ് ഇത് ഇങ്ങനെ വയ്ക്കാം. അതായത് നമ്മളിപ്പം ഒരു ഡ്യൂക്കിൻ്റെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും അണ്ടർവെൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത് വെച്ചൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ച് കൊടുത്തേ, കണ്ടോ സംഭവം സെറ്റാണ്. തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചത് അത് അപ്പുറ സൈഡ് പോകും. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ വരും. അണ്ടർവെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സാധനം. നമുക്ക് ഇനി ബാക്കി കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി കാണാം. ഇൻസ്റ്റലേഷൻ ടേപ്പ് യൂസ് ചെയ്ത് ആ ലൈനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ പീസ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നേരെ കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒട്ടിച്ച ശേഷം ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബനിയൻ വേസ്റ്റ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ബനിയൻ വേസ്റ്റും ഫെവിക്വിക്കും കൂടി ചേർത്താൽ മതി. അപ്പം സംഭവം സെറ്റാവും. ഇനി ഇതിൻ്റെ പുറത്ത് MCയിൽ വയ്ക്കണം. അപ്പോൾ സംഭവം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ജോയിൻ്റൊക്കെ നമുക്ക് MCയിൽ വെച്ച് ഒട്ടിക്കാം. ഗൈസ്, നമ്മൾ MCയിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇത് എടുക്കണ്ട, കുറച്ചൊന്ന് സെറ്റാവട്ടെ. നമ്മൾ സൈഡ് പീസ് ഫുൾ സെറ്റായിട്ടുണ്ട്. ഇതാണ് ആ വ്യൂ. ഇത് ഇങ്ങനത്തെ ക്ലിപ്പ് നമ്മളിവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പീസ് വയ്ക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഹോളിൽ വെച്ചിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നിവിടെ സെറ്റ് ചെയ്യാം.
സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ സൈഡ് പീസ് വയ്ക്കാറുള്ളതാണ്, അതായത് സൈഡിലൊരു പാനലുണ്ടല്ലോ അതില്ലാതെ ഉള്ളതാണ്. ഫ്രണ്ട് വ്യൂ നമ്മൾ റൈഡർ പൊസിഷനിൽ നോക്കുമ്പോൾ ഒരു ചെറിയ പ്രൊജക്ഷൻ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ, കാരണം ആ ഒരു സ്കൂട്ടറിൻ്റെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് പൊസിഷൻ ഉണ്ട്. നല്ല നോക്കുമ്പോൾ ഇതാണ്. പിന്നെ സൈഡ് പീസ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിനി സൈഡ് പീസ് വയ്ക്കാൻ പോവുകയാണ്. അതിവിടെ അത്യാവശ്യം ഹോളിന് മാച്ച് വയ്ക്കുക. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ബലം കൊടുക്കരുത്. കാരണം നമ്മൾ അകത്ത് ഇങ്ങനെ ഒട്ടിച്ച് നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഈ ഒട്ടിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മേളത്തുള്ള പീസിനും ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ലെവലിലുള്ള ബലം കൊടുക്കാവുള്ളൂ. ഓവർ ബലം കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അളവ് വരും. അപ്പം തീരെ ബലം കൊടുക്കാതിരിക്കുക. അടിയിൽ ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ട് നൈസായിട്ട് പയ്യെ കറക്കുക. സെൽഫ് ടാപ്പിംഗ് ബോൾട്ട് ആയതുകൊണ്ട് സീൻ വരത്തില്ല, പക്ഷെ എന്നാലും അടിയിലത്തെ പീസ് മൂവ് ചെയ്യാതെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഗ്രില്ല്. ഓക്കെ, കാണാമോ? ഇതാണ് ആ വ്യൂ. റൈഡർ പൊസിഷൻ വരുമ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം. അതുവരെ ഓക്കെ, ബൈ. പിന്നെ മറക്കാതെ ഒരു കാര്യം, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.